ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താകുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മണിക്കൊഴുക്കട്ട. മണിക്കൊഴുക്കട്ട അല്ലേ? ഓക്കെ, കൊഴുക്കട്ടേൻ്റെ ചെറുത്. ആ ചെറിയ ഉണ്ണികളായിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് മമ്മി? അതായത് ഇത് അരിപ്പൊടി, അരിപ്പൊടി അല്ലേ? ജീരകം, നാളികേരം, ഓക്കെ, ഉപ്പ്, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. പച്ചമുളകും വേണം. ഓക്കെ, പച്ചമുളകും കൂടി ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ പോകണം? ആദ്യം ഈ അരിപ്പൊടിനെ നമുക്ക് ഇതിലേക്ക് ഇടണം. ഓക്കെ, എന്നിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ജീരകം, ഓക്കെ, പിന്നെ മതി, കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നാളികേരം, ഒരു കപ്പ് നാളികേരം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കുഴയ്ക്കാൻ പോവാം. ഉപ്പുണ്ട് അല്ലേ? എന്താ ഉപ്പ് ഇട്ടിട്ട് പിന്നെ പാകത്തിന് അല്ലേ? ഓക്കെ, ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുഴയ്ക്കാൻ പോവാം. ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുഴക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ചൂടുവെള്ളത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി വരട്ടെ, ബാക്കി പരിപാടി കാണിച്ചു തരാം. ഓക്കെ, വറവിടുണ്ട് അല്ലേ? ആ, ഓ, ഓക്കെ 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 ഓക്കെ. അപ്പം മുളക് ചെറുതായിട്ട് അരിയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയുള്ളി കുഞ്ഞതായിട്ട് അരിയും. പിന്നെ കറിവേപ്പിലയും കൂടി കൂട്ടിയിട്ട് കടുക് ഇടും അല്ലേ? ആദ്യം കടുക് പൊട്ടിക്കും. അതിൽ നമ്മൾ ഈ ചെറിയ ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളെ ഈ മിക്സ് വറവിട്ടെടുക്കും അല്ലേ? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണാൻ പോകുന്നത്. ആണോ? അതെങ്ങനെ? ഈ തേങ്ങാപ്പാല് സോഫ്റ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് പടപടപടപടയെന്ന് പറഞ്ഞ് അരിഞ്ഞു കഴിയും. വലിയ കോഴിക്കട്ട ഈ തേങ്ങ ഇട്ടിട്ടുണ്ടാക്കും. അവനെ കണ്ടിക്കും, പിള്ളേർക്കൊക്കെ തരും. ഓക്കെ ഓക്കെ, അപ്പം ചെറിയുള്ളി അരിയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പച്ചമുളക്, ഉള്ളി, കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടെ വറവിലേക്ക് ഇടാനുള്ളതല്ലേ? അപ്പൊ അത് ഉണ്ടയിട്ടാവാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അമ്മയ്ക്ക് ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അമ്മൂമ്മ ഉണ്ടാക്കി തരലുണ്ടോ? നാണം. അയ്യോ, കൊള്ളാം. അപ്പോൾ ഇത് വറവിടാനുള്ളതാണ്. അപ്പം അത് നമ്മൾ ചൂടുവെള്ളം ആയതിനു ശേഷം നമ്മളിത് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് വെച്ചു എന്നേ ഉള്ളൂ, വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കുഴയ്ക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കുഴയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇതിനെ പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്താൽ മതി അല്ലേ? അതിനാണ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈറ്റായിട്ട് കുഴയ്ക്കണം. ഓക്കെ, അത് കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ പുതിയ കട്ട മതി. ഇതാണ് നമ്മുടെ പുതിയ ചായപാത്രം. എങ്ങനെ? ഞാനിത് ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഗ്ലാസ് പോട്ടല്ലേ ഇതിനകത്ത് ചായയൊക്കെ ഉണ്ടാക്കാം അല്ലേ? അതെ, ഉപ്പ പൊട്ടിയേനെ. അമ്മയോട് കഴിഞ്ഞിട്ട് നീ കേൾക്കാത്തോ? ചെറുപ്പത്തിൽ കോഴിക്കട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? അമ്മനോട് പറയാം, 9-10 ആൾക്കാരാ. ഇപ്പോഴത്തെ നമ്മൾ 1-2 അതെ, നാനോ ഫാമിലി. അപ്പൊ ഓക്കെ, ഞാൻ ഇത് കുഴച്ച് കഴിഞ്ഞിട്ടോ. ഈ തേങ്ങ ജീരകമൊക്കെയാണ് ഈ കാണുന്നത്, പ്രൊജക്ട് ചെയ്ത് കാണുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇത് ഉരുട്ടാൻ പോവാ. കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടും. എന്നിട്ട് നമ്മൾ ആദ്യം വേവിക്കൂലേ? ഓക്കെ, ഒന്ന് ഞെക്കൂ. ആ, ഓക്കെ, ഇതാണ് ഗൈസ്, ഇങ്ങനെയാണ് വേണ്ടത്. അമ്മ എന്തൊക്കെ ഇറങ്ങി നടക്കണു? ആ, പഞ്ചസാര ഇട്ടോളൂ. അപ്പോൾ ഇതാവുമ്പോഴേക്ക് ഞങ്ങൾക്ക് ചായയാവും. കാണിച്ചു തരാം. അപ്പോൾ ഉരുട്ടാൻ പോവാണ്. വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ പ്ലേറ്റ്. ക്രിക്കറ്റ് ബാറ്റ് പോലെ അല്ലേ? അല്ലേ? ഇല്ലല്ല, ഇത് കറക്റ്റ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കുഞ്ഞ് ക്രിക്കറ്റ് ബാറ്റ്. അതാ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത്രേ പാടും.
ഓക്കെ, ഇതാണ് നമ്മുടെ മണിക്കൊഴുക്കട്ട. കോഴിക്കട്ടയല്ല, കുഴക്കട്ട. ഇപ്പം രണ്ടാളും കൂടി ഉരുട്ടുന്ന പരിപാടിയിലാണ്. അപ്പം ഇത് ഇതാ ഇപ്പോൾ 1 2 3 4 5 എണ്ണമായി. നോക്കട്ടെ ആരതാ ഭംഗിന്ന്. കൊള്ളാം, ഉണ്ടാക്കും. അപ്പോൾ ഉരുട്ടാനറിയാം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഉരുട്ടട്ടെ, കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അവസാനത്തെ നമ്മുടെ കൊഴുക്കട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഇത് നമ്മൾ ആവി കൊള്ളിക്കാൻ പോവാണ് അല്ലേ? കഴിഞ്ഞു അല്ലേ അമ്മ? ഓക്കെ, അപ്പോൾ ഇനി 15 മിനിറ്റ് ആവി ഒഴിച്ചാൽ പിന്നെ അവനെ മാറ്റിയിട്ട് നമ്മൾ വറവിലേക്ക് ഇടുന്നു. ഓക്കെ, നമ്മൾ ചെറിയ ഉള്ളി കഥ ഇവിടെ ഉണ്ട്. കാര്യങ്ങളൊക്കെ വറവിട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം ഉണക്കമുളക് ഇടാനുണ്ടെങ്കിൽ ഓക്കെ, അരിമുളക് വറ്റൽമുളക്. ഓക്കെ, അപ്പോൾ അതും കൂടി ആക്കിയിട്ട് പൊടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വേവിക്കാൻ പോവാ അല്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ആയിട്ടൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ തട്ടിൽ ചെറുതായിട്ട് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ എന്ത് ഒട്ടി പിടിക്കില്ല അല്ലേ? ഓക്കെ, സ്മാർട്ട് ബോയ്സ്. അപ്പോൾ ഇനി രണ്ടാളും കൂടിയും വെച്ചോളൂ. നല്ല രസമുണ്ടേ കാണാൻ. അതന്നെ ഈ ഇതുണ്ടല്ലോ കുഴക്കുന്നത് ശരിയാവണം. ആണല്ലേ? അത് ശരി. നല്ല നല്ല ക്യൂട്ട് സാധനങ്ങൾ. കൊള്ളാം. ഞാനും സഹായിക്കണോ? വേണ്ടാന്ന് പറഞ്ഞത് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അതോ? മതി 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 മതി. വെച്ചോണ്ടു. അപ്പം അങ്ങനെ വെച്ച് 2-3 മേലെ വയ്ക്കാം. അതെ. ഓക്കെ, അപ്പം നമ്മളിതിന് സ്റ്റീം ചെയ്യാൻ പോവാ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യണം അല്ലേ? ഓക്കെ. ചായ ആയോ? ആണോ? ഓക്കെ ഓക്കെ, നമ്മളൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാൻ പോവാ അല്ലേ? ഓക്കെ, ചൂടാവട്ടെ. ഓക്കെ, കടുക് ആഡ് ചെയ്യാൻ പോവാണ്. കടുക് പൊട്ടി. ഇനി എന്താ ആഡ് ചെയ്യാൻ പോണേ? വറ്റൽ മുളക്. ഓക്കെ, ഇതൊന്ന് മൂത്ത് വന്നാൽ നമ്മളിത് മൊത്തം ഇതെല്ലാം കൂടെ അതിലേക്കിടും. ആഡ് ചെയ്യാം അല്ലേ? എന്നിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവണം. ഓക്കെ, ബ്രൗൺ കളറാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് ഇടാം അല്ലേ? കൊഴുക്കട്ടതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതെ, ബ്രാഹ്മണ ഇല്ലല്ലേ? ഓക്കെ, മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ? എന്തായി നമ്മുടെ കൊഴുക്കട്ട? ആണോ? ഒന്ന് തുറന്നു നോക്കിയാലോ? ഓക്കെ, അതാ. ഓക്കെ, തുറക്കല്ലു. കമോൺ. യെസ്, വാ. ഇതാണ് നമ്മുടെ ഇന്നത്തെ നായകൻ. അപ്പം ഇത് നമ്മുടെ വറവായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ അതോടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ കൊഴുക്കട്ട ആഡ് ചെയ്യാൻ പോവാണ്. നല്ല രസം പിടിക്കാം. ഓക്കെ, ചൂടുണ്ടല്ലേ? അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? കൊള്ളാം. മതിയാവില്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇതിന് പ്ലേറ്റിലേക്ക് ആക്കാം അല്ലേ? ഓക്കെ, നമ്മൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ? ആയി, അടിപൊളി. അപ്പം എന്നാൽ ഒരു പീസ് എടുത്ത് കഴിച്ചോളൂ.
എപ്പടി സൂപ്പറാ? ഓക്കെ, ഞാനൊരു പീസ് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ചൂടില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോണ്ട്. നല്ല ചൂട്. കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. വറവൊക്കെ പാകതിൻ്റെ പാകം അടിപൊളി. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. സൂപ്പർ സാധനമാണ്. ഓക്കെ, അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ. ബൈ. ബൈ ബൈ. ഓക്കെ ഗൈസ്, ബൈ ബൈ.